ഹായ് എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2026 മോഡൽ സെൽറ്റോസ് വേഴ്സസ് 2026 മോഡൽ ക്രെറ്റ. റീസെന്റ് നമ്മുടെ ചാനലിൽ സെൽറ്റോസിന്റെ ബേസ് വേരിയന്റുകളുടെ വീഡിയോ ചെയ്തിരുന്നു. അതിനകത്താണ് ഏറ്റവും കൂടുതൽ കമന്റുകൾ വന്നത് സെൽറ്റോസ് എടുക്കണോ ക്രെറ്റ എടുക്കണോ എന്നുള്ള രീതിയിൽ. കുറച്ചധികം ആളുകൾ ആ ഒരു സെഗ്മെന്റിലെ വാഹനങ്ങളിൽ കൺഫ്യൂസ്ഡ് ആണ്, എസ്പെഷ്യലി ക്രെറ്റയിലും സെൽറ്റോസിലും. കാരണം സെൽറ്റോസ് ഇപ്പോൾ പുതിയൊരു അപ്ഡേറ്റിലാണ്, പുതിയ വാഹനമാണ്, പുതിയ പ്ലാറ്റ്ഫോമാണ്. 20 ലക്ഷം രൂപ താഴെ ബഡ്ജറ്റിൽ വാഹനം നോക്കുന്നവരാണ് ഈ കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുന്നവർ കൂടുതൽ ആളുകളും, എസ്പെഷ്യലി ബേസ് വേരിയന്റ് അല്ലെങ്കിൽ സെക്കൻഡ് ബേസ് വേരിയന്റ് ഓട്ടോമാറ്റിക് ഒക്കെ എടുക്കുന്നവർ. അവർക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യം തന്നെ പ്രൈസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. കാരണം പല ആളുകളും ഈ വാഹനങ്ങളുടെ പ്രൈസിൽ കുറച്ചധികം കൺഫ്യൂസ്ഡ് ആണ്. ഇപ്പോൾ ക്രെറ്റയുടെ ബേസ് വേരിയൻറ്റ് പെട്രോൾ ആണെങ്കിൽ നിങ്ങൾക്ക് 12,90,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ആ സമയത്ത് സെൽറ്റോസിൻ്റെ ബേസ് വേരിയൻ്റ് ആണെങ്കിൽ 13,29,000 രൂപയാണ് ബേസ് വേരിയൻറ്റിൻ്റെ പ്രൈസ് വരുന്നത്. ഏകദേശം 40,000 രൂപ സെൽറ്റോസിന് അവിടെ കൂടുതലാണ്. ഡീസലിലേക്ക് വന്നു കഴിഞ്ഞാൽ 14,81 ക്രെറ്റ ഡീസൽ ബേസ് വേരിയൻറ്റിനും സെൽറ്റോസിലേക്ക് വരുമ്പോൾ 15,21,000 രൂപ. അവിടെയും ഏകദേശം 40,000 രൂപ നമ്മുടെ സെൽറ്റോസിന് കൂടുതൽ കൊടുക്കണം. ഇനി സെക്കൻഡ് വേരിയൻ്റ് ആയിട്ട് വരുന്നത് ബേസിക്കലി സെക്കൻഡ് ഓട്ടോമാറ്റിക് വേരിയൻ്റ് എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ ക്രെറ്റയിലേക്ക് വന്നു കഴിഞ്ഞാൽ EX ഓപ്ഷണൽ വേരിയൻ്റ് ആണ് നമുക്ക് സെക്കൻഡ് വേരിയൻ്റ് ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്ന വേരിയൻ്റ് വരുന്നത്. ആ വാഹനത്തിന് പെട്രോൾ മാനുവൽ ആണെങ്കിൽ 15 ലക്ഷം രൂപയും പെട്രോൾ ഓട്ടോമാറ്റിക് 16,11,000 രൂപയാണ് പ്രൈസ് വരുന്നത്. സെൽറ്റോസിൻ്റെ സെക്കൻഡ് വേരിയൻ്റ് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്ന വേരിയൻ്റ് HTE ഓപ്ഷണൽ വേരിയൻ്റ് ആണ്. ആ വേരിയൻറ്റ് പെട്രോൾ മാനുവലിന് 14,60,000 രൂപയും ഓട്ടോമാറ്റിക്കിന് 16,15,000 രൂപയാണ് പ്രൈസ് വരുന്നത്. ക്രെറ്റയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് വേരിയൻറ്റിന് 40,000 രൂപ കുറവാണ് സെൽറ്റോസിന് വരുന്നത്. ഇനി ക്രെറ്റയുടെ ഡീസൽ മാനുവൽ സെക്കൻഡ് EX ഓപ്ഷണൽ ഡീസൽ മാനുവലിന് 16,83,000 രൂപയും ഓട്ടോമാറ്റിക് 18,73,000 രൂപയാണ്. സെൽറ്റോസിലേക്ക് വരുമ്പോൾ 16,52 HTE ഓപ്ഷണൽ ഡീസൽ മാനുവലിന് 16,52 ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോൾ 18,07,000 രൂപയും. അതായത് ക്രെറ്റേനേക്കാൾ ഏകദേശം 70,000 രൂപ കുറവിൽ നിങ്ങൾക്ക് സെൽറ്റോസിൻ്റെ ഡീസൽ ഓട്ടോമാറ്റിക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. സെൽറ്റോസിൽ ശരിക്കും ഓട്ടോമാറ്റിക് സ്റ്റാർട്ടിങ് നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് വേരിയൻ്റാണ് HTE ഓപ്ഷണൽ ഡീസൽ ഓട്ടോമാറ്റിക്. തേർഡ് വേരിയൻറ്റ് വരുന്നത് റീസെൻ്റ്ലി ലോഞ്ച് ചെയ്ത EX ഓപ്ഷൻ സമ്മർ എഡിഷൻ ആണ്. ഇപ്പോൾ അത്യാവശ്യം ബുക്കിംഗ് ഉള്ളൊരു ക്രെറ്റ വേരിയൻ്റാണത്. അതിൻ്റെ പെട്രോൾ മാനുവൽ നമുക്ക് 15,56 പെട്രോൾ ഓട്ടോമാറ്റിക് 17,26 ഡീസൽ മാനുവൽ 17,51 ഓട്ടോമാറ്റിക് 19,43 പ്രൈസ് വരുന്നത്. ഈ സെയിം ഓപ്ഷൻസ് ഉള്ള സെൽറ്റോസിലേക്ക് പോയി കഴിഞ്ഞാൽ HTK വേരിയൻ്റ് ആണ്. അതിൻ്റെ പെട്രോൾ മാനുവൽ 15,50 IVT ഓട്ടോമാറ്റിക് 17,34 ഡീസലാണെങ്കിൽ 17,31 ഡീസൽ ഓട്ടോമാറ്റിക് 19,58. അതായത് ക്രെറ്റയുടെ സമ്മർ എഡിഷൻ ബേസ് HTE ഓപ്ഷണൽ സമ്മർ എഡിഷനും സെൽറ്റോസിൻ്റെ HTK ഓപ്ഷണൽ HTK വേരിയൻറ്റും തമ്മിൽ സെയിം പ്രൈസാണ്, പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. ഇനിയും ക്രെറ്റയിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന വാല്യൂ ഫോർ മണി വേരിയൻ്റ് ആയിട്ടുള്ള S ഓപ്ഷൻ വേരിയൻ്റ് ആണ്. S ഓപ്ഷൻ സമ്മർ എഡിഷനും നോർമലും തമ്മിൽ 10,000 രൂപയുടെ വ്യത്യാസമുള്ളൂ. അപ്പോൾ S ഓപ്ഷൻ വേരിയൻറ്റിൽ പെട്രോൾ മാനുവൽ 16,92,000 രൂപ, IVT ഓട്ടോമാറ്റിക്കിലേക്ക് പോയി കഴിഞ്ഞാൽ 18,94, ഡീസലാണെങ്കിൽ 19,14, ഡീസൽ ഓട്ടോമാറ്റിക് 20,88,000 രൂപയാണ് പ്രൈസ് വരുന്നത്. ഇനി സെയിം വേരിയൻറ്റ് സെൽറ്റോസിലേക്ക് പോയി കഴിഞ്ഞാൽ HTK ഓപ്ഷണൽ വേരിയൻ്റ് ആണ്. പെട്രോൾ മാനുവൽ 17,11, IVT ഓട്ടോമാറ്റിക് 18,94, ഡീസലിലേക്ക് പോയി കഴിഞ്ഞാൽ ഡീസൽ മാനുവലിന് നമുക്ക് 19,34, ഡീസൽ ഓട്ടോമാറ്റിക് 20,91. ഓൾമോസ്റ്റ് സിമിലർ പ്രൈസാണ്. ഇതിനകത്തൊരു അഡ്വാൻറ്റേജ് സെൽറ്റോസിന് അവിടെ ഉള്ളത് നമ്മളുടെ ഈ ഒരു വേരിയൻറ്റ് HTK ഓപ്ഷണൽ വേരിയൻറ്റ് ടർബോ പെട്രോൾ DCT അവൈലബിൾ ആണ്. 19,94,000 രൂപയ്ക്ക് അതിൽ ലഭിക്കും. അപ്പോൾ ഇതാണ് പ്രൈസിൻ്റെ ഒരു കമ്പാരിസൺ. ഇതിനകത്ത് ബേസ് വേരിയൻറ്റ് നോക്കുമ്പോൾ സെൽറ്റോസിന് 40,000 രൂപ കൂടുതലും, ബേസ് ഓട്ടോമാറ്റിക് വേരിയൻറ്റ് നോക്കുമ്പോൾ ക്രെറ്റയ്ക്ക് ഏകദേശം 40,000 രൂപ തൊട്ട് 70,000 രൂപ വരെ കൂടുതലുമാണ് വരുന്നത്. അപ്പോൾ പ്രൈസിൻ്റെ കാര്യത്തിൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും. ഇനി നമുക്ക് ഡയമെൻഷൻസ് നോക്കാം. ഇതിനകത്ത് ഏത് വാഹനമാണ് വലിപ്പം കൂടുതലുള്ളത്? പുതിയ സെൽറ്റോസ് കിയയുടെ K3 പ്ലാറ്റ്ഫോമാണ്. ഇപ്പോൾ ക്രെറ്റ ഒരു അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് മാറാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ക്രെറ്റയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സെൽറ്റോസ് വലിപ്പമുള്ള, നീളം കൂടുതൽ ഇൻറ്റീരിയർ സ്പേസ് ഉള്ള ഒരു വാഹനമാണ്. ഡയമെൻഷൻസ് നോക്കുകയാണെങ്കിൽ സെൽറ്റോസ് നമുക്ക് 4,460 ടോട്ടൽ ലെങ്ത്ത് വരുന്നത്. ക്രെറ്റ 4,330 ഉള്ളൂ. 130 mm നീളം കൂടുതൽ അല്ലെങ്കിൽ ലെങ്ത്ത് കൂടുതൽ നമ്മുടെ സെൽറ്റോസിന് വരുന്നുണ്ട്. വിഡ്ത്ത് നോക്കുകയാണെങ്കിൽ നമ്മളുടെ സെൽറ്റോസ് 1830 ക്രെറ്റ 1790 ഉള്ളൂ. അതായത് 40 mm വിഡ്ത്ത് അവിടെ
സെൽറ്റോസിന് കൂടുതൽ വരുന്നുണ്ട്. ഹൈറ്റ് രണ്ട് വാഹനത്തിലും സിമിലർ ആണ്, 1635. വീൽ ബേസ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതാണ് ഇൻറ്റീരിയർ സ്പേസ് കൂട്ടുന്നത്. ക്രെറ്റയ്ക്ക് 2610ഉം സെൽറ്റോസിന് 2690ഉം 80 mm വീൽ ബേസ് സെൽറ്റോസിന് കൂടുതലുണ്ട്. ആ ഒരു ഇൻറ്റീരിയർ സ്പേസ് നമുക്ക് സെൽറ്റോസിൽ ലഭിക്കുന്നുണ്ട്. ഇനി ഗ്രൗണ്ട് ക്ലിയറൻസും സെൽറ്റോസിന് കൂടുതലാണ്, 200 mm ആണ്, ക്രെറ്റയ്ക്ക് 190 ഉള്ളൂ. ബൂട്ട് സ്പേസും സെൽറ്റോസിന് കൂടുതലാണ്, 447ഉം ക്രെറ്റയ്ക്ക് 433ഉം. 14 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ഉള്ളൂ. അത് വലിയ പ്രശ്നമായിട്ട് നമുക്ക് വരുന്നില്ല. ഇനി പിന്നെ ബൂട്ടിലെ സ്പെയർ വീല് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ രണ്ട് വാഹനത്തിലും സിമിലർ ആയിട്ട് സ്പെയർ വീല് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡയമെൻഷൻസ് നോക്കുമ്പോൾ നമുക്ക് വലിപ്പമുള്ള വാഹനമായിട്ട് റിയൽ ലൈഫിലും ശരിക്കും വരുന്നൊരു വാഹനം സെൽറ്റോസാണ്. സെൽറ്റോസിൽ പുതിയൊരു അപ്ഡേറ്റ് വന്നെങ്കിലും എഞ്ചിൻ്റെ കാര്യത്തിലോ ഗിയർ ബോക്സിൻ്റെ കാര്യത്തിലോ യാതൊരു മാറ്റവും വന്നിട്ടില്ല. രണ്ട് വാഹനങ്ങൾ ഇപ്പോഴും പെയർ ചെയ്യുന്നത് സെയിം എഞ്ചിനാണ്, ഗിയർ ബോക്സ് കോമ്പിനേഷനാണ്. പെട്രോൾ 1.5 ലിറ്റർ NA പെട്രോൾ എഞ്ചിൻ, 114 HP പവറും 144 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്നു. 6 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ IVT ഗിയർ ബോക്സുമായിട്ടാണ് പെയർ ചെയ്തിരിക്കുന്നത്. ഈ സെയിം 1.5 തന്നെ നമുക്ക് ടർബോ അവൈലബിൾ ആണ്. 160 HP പവറും 253 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു എഞ്ചിൻ. അത് 7 സ്പീഡ് DC2 ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 6 സ്പീഡ് മാനുവലും വരുന്നുണ്ട്. പിന്നെ ട്രൈഡ് ആൻഡ് ടെസ്റ്റ് ആയിട്ടുള്ള ഡീസലാണ്, 1.5 ലിറ്റർ ടർബോ ഡീസൽ, 115 HP പവറും 250 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഡീസൽ എഞ്ചിനാണ് വിത്ത് 6 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 6 സ്പീഡ് ഓട്ടോമാറ്റിക്. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സിൻ്റെ കാര്യത്തിൽ രണ്ട് വാഹനങ്ങളും സിമിലറാണ്. പക്ഷേ സെൽറ്റോസ് പുതിയ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് കമ്പാരിറ്റീവ്ലി ക്യൂബിക് വെയിറ്റ് നോക്കുമ്പോൾ 20 തൊട്ട് 30 കിലോ വരെ കൂടുതലാണ്. അപ്പോൾ പെർഫോമൻസ് അതിനനുസരിച്ച് പൊടിക്ക് ബെറ്ററായിട്ട് നമുക്ക് നമ്മളുടെ ക്രെറ്റയിൽ ഫീൽ ചെയ്യാം. കാര്യം വെയിറ്റ് കൂടുന്നതിനനുസരിച്ച് ഈ സെയിം എഞ്ചിനാകുമ്പോൾ പെർഫോമൻസിൽ ഡിഫറൻസ് വന്നേക്കാം, ചെറിയൊരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്തേക്കാം. അത് റിയൽ ലൈഫിൽ വലിയ കാര്യമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയില്ല. ഇനി അടുത്തൊന്ന് നോക്കാൻ പോകുന്നത് സേഫ്റ്റിയാണ്. സേഫ്റ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ സെൽറ്റോസിനൊരു ബിഗ് അഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം ഭാരത് എൻക്യാപ്പിൽ 5 സ്റ്റാർ റേറ്റിംഗ് ആണ് ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ സെഗ്മെൻറ്റിലെ തന്നെ സേഫസ്റ്റ് കാറെന്ന് നമുക്ക് സെൽറ്റോസിനെ വിളിക്കാം. അതുപോലെ തന്നെ സേഫ്റ്റി ഫീച്ചേഴ്സ് ആണെങ്കിലും ഇപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് സിമിലർ സേഫ്റ്റി ഫീച്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അഡീഷണലി വരുന്നത് ഹിൽ ഡിസൻറ്റ് കൺട്രോളാണ്. അതെനിക്ക് തോന്നുന്നു സെക്കൻഡ് വേരിയൻറ്റോട്ടേ കൊടുത്തിട്ടുണ്ട്. ക്രെറ്റയിലെ സേഫ്റ്റി സ്റ്റാർ റേറ്റിംഗ് വരികയാണെങ്കിൽ 3 സ്റ്റാർ എന്നാണ് പഴയ പ്ലാറ്റ്ഫോമിൽ ലഭിച്ചിട്ടുള്ളൂ. പുതിയ പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോൾ അതും 5 സ്റ്റാർ കിട്ടുമെന്ന് തന്നെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. മറ്റ് സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം കോമൺ ആയിട്ട് കൊടുത്തിരിക്കുന്നു. 6 എയർ ബാഗ്, സ്റ്റാൻഡേർഡ് ABS, CVT, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ്, നമുക്ക് 4 വീലിലേക്കും ഡിസ്ക് ബ്രേക്ക്, TPMS, അങ്ങനത്തെ ഫീച്ചേഴ്സ് എല്ലാം സ്റ്റാൻഡേർഡായിട്ട് നമുക്ക് രണ്ട് വാഹനത്തിലും കോമൺ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നോക്കാൻ പോകുന്നത് ലുക്ക് ആൻഡ് ഫീച്ചേഴ്സാണ്. ലുക്ക് ഓരോരുത്തരുടെ പേഴ്സണൽ സജഷനെ ബേസ് ചെയ്തിട്ടാണ്. ചില ആളുകൾക്ക് ക്രെറ്റയുടെ ലുക്ക് ഇഷ്ടപ്പെടുമ്പോൾ മറ്റു പല ആളുകൾക്ക് സെൽറ്റോസിൻ്റെ ലുക്കായിരിക്കും ഇഷ്ടപ്പെടുക. ഇപ്പോൾ എന്നോട് പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം ക്രെറ്റയുടെ ആ ഒരു ലുക്കാണ്. കുറച്ചും കൂടി ഒരു എലഗൻറ്റ് അല്ലെങ്കിൽ ഒരു പ്രീമിയം ലുക്ക് എന്ന് പറയാം. പുതിയ സെൽറ്റോസിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി സ്പോർട്ടി ആയിട്ടുണ്ട്. എവിടെയൊക്കെയോ കുറച്ച് കൂടുതൽ ഡിസൈൻ വന്നൊരു ഫീലാണ് ശരിക്കും നമുക്ക് സെൽറ്റോസിന് ലഭിക്കുക. ആ സമയത്ത് സെൽറ്റോസിൻ്റെ GT ലൈനിലേക്കൊക്കെ പോവുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ബെറ്റർ ലുക്കിംഗ് കാർ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ക്രെറ്റയിലേക്ക് വരുമ്പോൾ ക്രെറ്റയുടെ എൻലൈനും അവിടെ ബെറ്റർ ലുക്കിംഗ് കാറായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ലുക്ക് ഓരോരുത്തരുടെ പേഴ്സണൽ പ്രിഫറൻസ് ആണ്. അതിനകത്തൊരു പുതിയ വാഹനം വേണമെങ്കിൽ അവിടെ സെൽറ്റോസ് തന്നെയാണുള്ളത്. കാര്യം ക്രെറ്റ 2024 ഈ ഒരു അപ്ഡേറ്റ് വന്നത്. പിന്നെ ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫീച്ചേഴ്സ് രണ്ട് വാഹനങ്ങളിലും മിക്സ് ആൻഡ് മാച്ച് ആയിട്ടാണ് കിടക്കുന്നത്. ഇപ്പോൾ ഒരു ബേസ് വേരിയൻറ്റ് കാർ നോക്കുകയാണെങ്കിൽ സെൽറ്റോസ് ആയിരിക്കും അതിനായിട്ട് ബെസ്റ്റ്. കാരണം സെൽറ്റോസിൻ്റെ ബേസ് വേരിയൻറ്റ് ഫീച്ചർ ലോഡഡ് ആയിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഇൻറ്റീരിയറിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റീയറിംഗ് മൗണ്ട് കൺട്രോൾ വിത്ത് ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്. ഒരു 10.1 ഇഞ്ച് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീൻ, അതിനകത്ത് റിവേഴ്സ് ക്യാമറ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ബേസ് വേരിയൻ്റ് തൊട്ടേ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ആ ഒരു കൊടുക്കുന്ന പൈസയ്ക്കുള്ള ഒരു വാല്യൂ ഫോർ മണി ബേസ് വേരിയൻ്റ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ അതിൽ ബെസ്റ്റ് സെൽറ്റോസ് തന്നെയായിരിക്കും. ക്രെറ്റ ബേസ് വേരിയൻ്റ് ആണെങ്കിൽ നിങ്ങൾ ബേസ് വേരിയൻ്റ് എടുത്തിട്ട് അത്യാവശ്യം വേണ്ട ആക്സസറീസ് ഷോറൂമിൽ നിന്ന് അല്ലെങ്കിൽ പുറത്തുനിന്ന് ചെയ്യേണ്ടതായിട്ട് വരും. സെക്കൻഡ് ഓട്ടോമാറ്റിക്, അതായത് ബേസ് ഓട്ടോമാറ്റിക് വേരിയൻറ്റ് കൊടുത്ത് രണ്ട് വാഹനങ്ങളിലെയും ഫീച്ചേഴ്സ് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വരുന്നത്. ഇപ്പോൾ ക്രെറ്റയിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പനോറമിക് സൺറൂഫ് പോലെയുള്ള ഫീച്ചേഴ്സ് ബേസ് ഓട്ടോമാറ്റിക് വേരിയൻറ്റ് ലഭിക്കുന്നുണ്ട്. ആ സമയത്ത് സെൽറ്റോസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തൊരു ഹൈപ്പർ സ്റ്റൈൽ വീൽസ് വരുന്നുണ്ട്. ബാക്കിൽ 60/40 സ്പ്ലിറ്റ് സീറ്റിൻ്റെ ഓപ്ഷൻ, സെൻറ്റർ ആം റെസ്റ്റ്, അങ്ങനെയുള്ള ഫീച്ചേഴ്സ് അതിനകത്തും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അടുത്തൊരു വാല്യൂ ഫോർ മണി വേരിയൻ്റ് ആയിട്ടുള്ള എസ് ഓപ്ഷൻ വേരിയൻ്റ് അല്ലെങ്കിൽ HTK ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ സെൽറ്റോസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സീറ്റ് പവർ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. വെന്റിലേറ്റഡ് സീറ്റിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. പക്ഷേ അവിടെ ഓട്ടോ AC വരുന്നില്ല. ആ സമയത്ത് നമ്മളുടെ ക്രെറ്റയിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്രെറ്റയിൽ നമുക്ക് ആ എസ് ഓപ്ഷൻ വേരിയൻ്റ് തൊട്ട് ഓട്ടോ AC അവൈലബിൾ ആണ്. പിന്നെ
അങ്ങനെ ഈ പറഞ്ഞ പോലെ കുറച്ചധികം ഫീച്ചേഴ്സ് രണ്ട് വാഹനങ്ങളിലും മിക്സ് ആൻഡ് മാച്ച് ആയിട്ടാണ് ലഭിക്കുന്നത്. അപ്പോൾ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ബേസ് വേരിയൻറ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ബേസ് വേരിയൻ്റ് ഒക്കെ നോക്കുന്നവർക്ക് ഒരു ബെറ്റർ ഫീച്ചർ ലോഡഡ് ആയിട്ടുള്ളൊരു വാഹനം വേണമെങ്കിൽ ആ ഒരു ബഡ്ജറ്റിന് സെൽറ്റോസ് ആയിരിക്കും ബെറ്റർ. അത് കഴിഞ്ഞിട്ടുള്ള വേരിയൻറ്റിൽ 20 ലക്ഷം രൂപ ബഡ്ജറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു 17 ലക്ഷം തൊട്ട് മുകളിലേക്ക് വരുന്ന ബഡ്ജറ്റിലേക്ക് നോക്കുമ്പോൾ രണ്ട് വാഹനങ്ങളിലെയും ഫീച്ചേഴ്സ് മിക്സ് ആൻഡ് മാച്ച് ആയിട്ടാണ് കിടക്കുന്നത്. വീഡിയോയുടെ കൺക്ലൂഷനിലേക്ക് വരാം. ക്രെറ്റ വാങ്ങണോ സെൽറ്റോസ് വാങ്ങണോ? ഇപ്പോൾ നിങ്ങളൊരു ബേസ് വേരിയൻറ്റ് വാഹനമാണ് നോക്കുന്നത്, നിങ്ങൾക്ക് അത്യാവശ്യം ഫീച്ചർ ലോഡായിട്ടുള്ളൊരു ബേസ് വേരിയൻറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് സെൽറ്റോസിലേക്ക് പോകാം. അവിടെ സെൽറ്റോസിൻ്റെ ഒരു മുൻതൂക്കം നമുക്ക് ലഭിക്കുന്നുണ്ട്. അതല്ല, നിങ്ങൾക്കൊരു ബേസ് വേരിയൻറ്റ് വാഹനം എടുത്ത് നിങ്ങൾക്ക് കുറച്ച് ആക്സസറീസ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത് എങ്കിൽ അവിടെ നിങ്ങൾക്ക് ക്രെറ്റ കൺസിഡർ ചെയ്യാം. കാരണം സെൽറ്റോസിനേക്കാളും 40,000 രൂപ കുറവാണ് ക്രെറ്റ ബേസ് വേരിയൻറ്റുകൾക്ക്. ആ 40,000 രൂപയ്ക്ക് നിങ്ങൾ ആക്സസറീസ് ചെയ്യുകയാണെങ്കിൽ സെൽറ്റോസിൻ്റെ സെയിം ഇൻറ്റീരിയറിൽ വരുന്ന അത്രയും ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ആക്സസറി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. അതൊരു അഡ്വാൻറ്റേജ് ആണ്. അതുപോലെ തന്നെ സെക്കൻഡ് വേരിയൻറ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ഓട്ടോമാറ്റിക് വേരിയൻറ്റ് നോക്കുമ്പോഴും അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സിൽ കൂടുതൽ ലഭിക്കുന്നത്, അതല്ലെങ്കിൽ ഒരു വാല്യൂ ഫോർ മണി ഫീച്ചേഴ്സ് ലഭിക്കുന്നത് ശരിക്കും സെൽറ്റോസിൽ തന്നെയാണ്. അവിടെയും സെൽറ്റോസിനൊരു മുൻതൂക്കം ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രൈസ് നോക്കുന്ന സമയത്താണെങ്കിലും ഇപ്പോൾ ഓട്ടോമാറ്റിക് നോക്കുമ്പോൾ ക്രെറ്റയുടെ ബേസ് ഓട്ടോമാറ്റിക് വേരിയൻറ്റിന് സെൽറ്റോസിനേക്കാൾ ഏകദേശം 40,000 തൊട്ട് 70,000 രൂപ വരെ കൂടുതലാണ്. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ പറയുകയാണ് എങ്കിൽ ഇപ്പോൾ ബേസ് വേരിയൻ്റ് അല്ലെങ്കിൽ ബേസ് ഓട്ടോമാറ്റിക് നോക്കുന്നവർ സെൽറ്റോസ് കൺസിഡർ ചെയ്യുക. ആ ഡിസൈനും ലുക്കും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ് എങ്കിൽ. അല്ല, നിങ്ങൾക്കൊരു വാഹനം മേടിക്കണം, ഒരു എലഗൻറ്റ് ലുക്ക് വേണമെങ്കിൽ ക്രെറ്റയിലേക്ക് പോകാം. ഇനിയും ഇതിൻ്റെ കൂടെ മൈലേജ് കൂടിയും ഒരു കൺസേൺ ആയിട്ട് നമുക്ക് പറയാം. നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഓട്ടോ ഉണ്ടെങ്കിൽ മാത്രം ഡീസലിലേക്ക് പോവുക. അല്ല എങ്കിൽ ഇപ്പോൾ ഡീസലിൻ്റെയും പെട്രോളിൻ്റെയൊക്കെ പ്രൈസ് ഹൈക്ക് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബെറ്റർ ആയിട്ടുള്ളൊരു വാഹനം പെട്രോളായിരിക്കും. പെട്രോളിൻ്റെ ഓട്ടോമാറ്റിക് ആണെങ്കിലും ചെറിയ മൈലേജ് ഡിഫറൻസ് ഒക്കെയാണ് ഇപ്പോൾ വരുന്നുള്ളൂ, BS6 ഒക്കെ വന്ന സ്ഥിതിക്ക്. അപ്പോൾ ഓട്ടോമാറ്റിക് നോക്കുന്നവർ ഓട്ടോ ഉണ്ടെങ്കിൽ മാത്രം ഡീസലിലേക്ക് പോകുക, അല്ലെങ്കിൽ പെട്രോൾ ഓട്ടോമാറ്റിക്കിൽ സ്റ്റിക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാര്യം പെട്രോൾ ഡീസൽ ഓട്ടോമാറ്റിക് തമ്മിൽ ഏകദേശം 2 ലക്ഷം രൂപയുടെ ഡിഫറൻസ് ഉണ്ട്. ഇനി ഫൈനൽ വേർഡിങ്സ്, ഓട്ടോ ഉള്ളവരാണ് നിങ്ങൾക്കൊരു പെട്രോൾ വാഹനം വേണമെങ്കിൽ ഗ്രാൻഡ് വിറ്റാര ഹൈബ്രിഡ് എടുക്കാം. 25 കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജ് ഗ്യാരണ്ടിയാണ്. ഇപ്പോൾ പെട്രോൾ ഹൈക്ക് വന്നു, പെട്രോളിൻ്റെ പ്രൈസിൽ വ്യത്യാസം വന്നുവെങ്കിലും എനിക്ക് വലിയൊരു ഡിഫറൻസ് അതിനകത്ത് വന്നിട്ടില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ക്രെറ്റ അല്ലെങ്കിൽ സെൽറ്റോസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. ക്രെറ്റ എന്നല്ല, കിയയുടെ അല്ലെങ്കിൽ ഹ്യുണ്ടായുടെ ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു പുതിയ വീഡിയോ കാണുന്നവരെ ബൈ.